ഇന്ന് രാവിലെ 9 മണിക്ക് കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ പതാക ഉയർത്തുന്നതോടെ CPIM സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമാകും. പ്രകാശ് കാരാട്ട് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, അല്പസമയത്തിനകം ആദ്യ ദിനം തുടങ്ങുകയാണ് സംസ്ഥാന സമ്മേളനത്തിന്റെ. എന്തൊക്കെ കാര്യങ്ങൾ ഇന്ന് സമ്മേളനത്തിൽ ചർച്ചയാകും? എങ്ങനെയാണ് ഇന്നത്തെ അജണ്ട? 3 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് കൊല്ലം വീണ്ടും CPIM സംസ്ഥാന സമ്മേളനത്തിന് വേദിയാകുന്നതെന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകത കൂടിയുണ്ട്. പ്രത്യേകിച്ചും 530ഓളം സമ്മേളന പ്രതിനിധികളാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി കൊല്ലത്തേക്ക് എത്തിയിരിക്കുന്നത്. മാത്രവുമല്ല, കേരളത്തിൽ നിന്ന് പുറത്തുനിന്നുള്ള പ്രതിനിധികൾ കൂടി പങ്കെടുക്കുന്നു. 44 പ്രത്യേക ക്ഷണിതാക്കളാണ് ഈ 4 ദിവസം നടക്കുന്ന പ്രത്യേക സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം, തുടർഭരണം എന്ന ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ഈ സംസ്ഥാന സമ്മേളനവും കൊല്ലത്ത് ചേരുന്നത്. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു വികസന നയരേഖ കൂടി ഈ സമ്മേളനത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് കൂടുതൽ ആളുകളെ പാർട്ടിയിൽ ആകർഷിക്കുകയും പിന്നീട് അതുവഴി പാർട്ടിക്ക് കൂടുതൽ വോട്ട് നേടിക്കൊണ്ട് മൂന്നാം സർക്കാർ എന്ന ലക്ഷ്യം തന്നെയാണ് ഇപ്പോൾ CPIMന്റെ മുന്നിലുള്ളത്. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയുള്ള ഒരു സമ്മേളനമാണ് കടന്നു വരുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. CPIMന്റെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഇന്നലെയോടുകൂടി കൊല്ലത്ത് എത്തിച്ചേർന്നിരുന്നു. വൈകിട്ട് 5 മണിക്ക് വിവിധ സ്ഥലങ്ങളിൽ നിന്നായി പുറപ്പെട്ട ദീപശിഖ റാലിയും ഒപ്പം പതാക ജാഥയും എല്ലാം തന്നെ ആശ്രാമ മൈതാനത്ത് എത്തിച്ചേർന്നു. പതാക ഉയർത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി അല്പസമയത്തിൽ 9 മണിയോടുകൂടിയാണ് സമ്മേളനഗിരിയായ കോടിയേരി നഗറിൽ പതാക ഉയർത്തുകയും പിന്നീട് പ്രതിനിധി സമ്മേളനത്തിലേക്ക് കടക്കുകയും ചെയ്യും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉദ്ഘാടന സമ്മേളനം നിർവഹിക്കുന്നത് പ്രകാശ് കാരാട്ടാണ്. അതിന് തൊട്ട് പിന്നാലെ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിക്കും CPIM സംസ്ഥാന സെക്രട്ടറി. പ്രവർത്തന റിപ്പോർട്ടിന് തൊട്ട് പിന്നാലെയാണ് വികസന നയരേഖ മുഖ്യമന്ത്രി അവതരിപ്പിക്കുക. അത് ഏകദേശം 4 മണിക്കൂർ സമയം ചർച്ചയായി തുടരും എന്നുള്ളതാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത്. ഈ 4 ദിവസങ്ങളിൽ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾ, പാർട്ടിയിലുണ്ടായ പ്രശ്നങ്ങളെല്ലാം തന്നെ വലിയ തരത്തിൽ ചർച്ചയാകും എന്നുള്ളത് ഉറപ്പാണ്. പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ 3 വർഷത്തിനിടയ്ക്ക് പാർട്ടി നേരിട്ട് വന്ന പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, ഒപ്പം ഭരണപരമായ പ്രശ്നങ്ങൾ, ഇവയെല്ലാം തന്നെ നേരത്തെ തന്നെ ഏരിയ സമ്മേളനങ്ങളിലും ലോക്കൽ സമ്മേളനങ്ങളിലും വലിയ തരത്തിൽ ചർച്ച ചെയ്തിരുന്നു. അതിന് തൊട്ട് പിന്നാലെ സംസ്ഥാന സമ്മേളനത്തിലേക്ക് വരുമ്പോൾ സംസ്ഥാന പ്രതിനിധികളും ഒപ്പം ഇത്തരം കാര്യങ്ങൾ വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെടും എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും മുതിർന്ന നേതാവായ AK ബാലനാണ് പ്രസിഡന്റിന്റെ ചെയർമാൻ. ഒപ്പം പ്രമേയങ്ങളുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് മുതിർന്ന നേതാവായ തോമസ് ഐസക്കാണ്. ഇത്തവണയുള്ള ഏറ്റവും വലിയ പ്രത്യേകത പ്രായപരിധി സംബന്ധിച്ചുള്ള ചില തീരുമാനങ്ങളാണ്. 75 വയസ്സ് പ്രായപരിധി പിന്നിടുന്ന ആനാവൂർ നാഗപ്പൻ, ഒപ്പം ശ്രീമതി ടീച്ചർ, അതുകൂടാതെ ഉള്ള 3 നേതാക്കന്മാർ, ഇവരൊക്കെ ഇനി ഇതിൽ തുടരുമോ അതോ പ്രായപരിധി അടിസ്ഥാനത്തിൽ ഇവരെ ഒഴിവാക്കിക്കൊണ്ട് പുതുമുഖങ്ങളെ കൊണ്ടുവരുമോ എന്നുള്ള കാര്യം ഇന്നും നാളെയുമൊക്കെ ചേരുന്ന സമ്മേളനങ്ങളിൽ അത് ചർച്ചയാകും. അതിനുശേഷം പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ നേരത്തെ തന്നെ വളരെ ഒരു ശക്തമായൊരു തീരുമാനം CPIM കൈക്കൊണ്ടിരുന്നത് 2 ടേം ആകുന്ന MLA-മാർ വീണ്ടും അവർക്ക് മത്സരിക്കാൻ അവസരം കൊടുക്കണോ എന്നുള്ള കാര്യത്തിലാണ്. അത്തരത്തിൽ ഒരു അവസരം നൽകുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 20-ലധികം MLA-മാർക്ക് വീണ്ടും മത്സരിക്കാനുള്ള അവസരം കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് തുടർഭരണത്തിന് വളരെയധികം സഹായം ചെയ്യും എന്നുള്ളതാണ് ചില മുതിർന്ന നേതാക്കന്മാരുടെ വിലയിരുത്തൽ. അത്തരത്തിൽ ഉള്ള ചർച്ചകൾക്കും ഈ സമ്മേളനത്തിന് സാധ്യതയുണ്ട്. ബിനോയ്, ഇപ്പോൾ സമ്മേളന നഗരിയിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് നഗരി ഇപ്പോൾ എങ്ങനെയുണ്ട് കാണാനും? അതും മറ്റു സജ്ജീകരണങ്ങളൊക്കെ എങ്ങനെയാണ്? തീർച്ചയായിട്ടും കാണാൻ നമുക്ക് സമ്മേളന നഗരിയിലേക്കുള്ള ദൃശ്യങ്ങളാണ് ഇതെല്ലാം തന്നെ. കൊല്ലം നഗരം കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു ചെങ്കടലായി മാറിയിരിക്കും തന്നെ നമുക്ക് പറയാൻ കഴിയും. അത്രയ്ക്ക് ആളുകളെ കൊണ്ട് ചുവന്ന കൊടികൾ തോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഒപ്പം ഈ സമ്മേളന പ്രതിനിധികളായി എത്തുന്ന ആളുകൾ മാത്രമല്ല, നിരവധി പേർ സമ്മേളനം കാണുന്നതിലും അതിൽ പങ്കെടുക്കുന്നതിനും വേണ്ടി നിരവധി പേര് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇവിടെ മാത്രമല്ല, ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നത് പ്രതിനിധി സമ്മേളനം നടക്കുന്ന കോടിയേരി നഗറാണ്. ഇവിടെ പ്രതിനിധി സമ്മേളനമാണെങ്കിൽ പോലും പ്രധാനപ്പെട്ട സമ്മേളന പരിപാടികളൊക്കെ നടക്കുന്നത് കൊല്ലം നഗരത്തിൻ്റെ ഹൃദയഭാഗമായ ആശ്രാമം മൈതാനത്താണ്. അവിടെയാണ് പൊതുസമ്മേളനവും റാലിയുമൊക്കെ സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും 9-ാം തീയതിയാണ് റെഡ് വോളണ്ടിയർ പരേഡ്. ഏകദേശം 25,000-ഓളം 1,00,000-ഓളം വരുന്ന റെഡ് വോളണ്ടിയർമാർ ഈ പരേഡിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. റെഡ് പരേഡ് ഉണ്ടാവും, പൊതുസമ്മേളനം ഉണ്ടാവും. പൊതുസമ്മേളനത്തിൽ കേന്ദ്ര നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. ഇപ്പോൾ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കാനും കേന്ദ്ര നേതാക്കന്മാരുടെ വലിയ നിര തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഹരിത. ശരി, ബിനോയാണ് വിശദാംശങ്ങൾ നൽകിയത്.